ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കൺഫർമേഷൻ ലെവലും ആണ്. അപ്പൊ ഇന്നിപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയെന്ന് പറയാം. നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്തെ 86 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. -0.36% ആണ് പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് നടത്തിയേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പറയാവുന്നത് ഇന്ന് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു, ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാം. പിന്നെ കൺഫർമേഷൻ ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ ഈ ഡോട്ടഡ് വരച്ചിരുന്നതാണ് കൺഫർമേഷൻ ലെവൽ. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവലാണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്തത് ബെയറിഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു 10-15 കഴിഞ്ഞപ്പോൾ ഫോം ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരുന്നു. ആ ക്യാൻഡിൽ ഫുള്ളി ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 23,975 റൗണ്ട് അപ്പ് ആയിട്ട് 24,000 ഒരു ഇമ്പോർട്ടന്റ് ലെവലാണെന്ന് ഞാൻ ഇന്നലെ കൺഫർമേഷൻ ലെവലാണെന്ന് പറഞ്ഞിരുന്നു. അത് വളരെ താഴത്തോട്ട് പോയാൽ മാത്രമേ നമ്മുടെ 23,800 എന്ന ഫസ്റ്റ് സപ്പോർട്ടിലോട്ട് ടച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തരുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. താഴ്ത്തോട്ടുള്ള ക്യാൻഡിലല്ല, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്തു. ഇതാണ് ഇന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺഫർമേഷൻ ലെവൽ ബ്രേക്ക് ഔട്ട് ആയില്ല, നല്ലൊരു കാര്യം. അത് മാത്രമല്ല 23,800 ടച്ച് ആകുകയും ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ഞാൻ പിന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിലോട്ടാണെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയുടെ അകത്ത് ബാക്കിയുള്ള വശം സൈഡ് വേസ് മൂവ്മെന്റ് നടത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ടെക്നിക്കൽസ് ശരിയായി. ഇനി നമുക്ക് നാളത്തേക്കുള്ള ടെക്നിക്കൽസിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് പേസ്റ്റ് ചെയ്തോട്ടെ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്യാപ്പ്, അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഗ്യാപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അത് പേസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇന്ന് വന്ന ക്ലോസിംഗ് വന്നിരിക്കുന്നത് 24,053 നമ്മുടെ ഇന്നത്തെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഓർത്ത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, അപ്പൊ എല്ലാവരും ഓർത്ത് കോൺട്രാക്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, വീക്ക്ലി കോൺട്രാക്ട്സ് ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24,032.80 ആണ് ബൈസെൽ വാല്യൂ വന്നത്. -86 പോയിന്റ്സ് ഡൗൺ, 0.36% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തേക്കണ കാണാം. നല്ലൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാവുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,200 ആണ്. ഇനി നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,200 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൺഫർമേഷൻ ലെവൽ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. അതായത് കൺഫർമേഷൻ ലെവലായ 24,000 ഇത് ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് താഴത്തോട്ട് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതും കൂടി എഴുതിയിടാൻ. 24,000 ആണ് നമ്മുടെ കൺഫർമേഷൻ ലെവൽ. ഓക്കെ, ഇത് ഫുള്ളി ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് താഴത്തോട്ടൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ആ സെയിം സപ്പോർട്ട് ലെവൽ തന്നെ നമുക്ക് കൺസിഡറേഷനിൽ എടുക്കാം. അതായത് 23,800 എന്ന സപ്പോർട്ട് ലെവൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തോട്ടെ. 23,800 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. 23,800 ഇൻട്രാഡേ സപ്പോർട്ട് 1. ഓക്കെ, അപ്പൊ ഇവിടെയും ഞാൻ എടുത്തു പറയാനുള്ള കാര്യം ഈ ഒരു കൺഫർമേഷൻ ലെവലാണ് എടുത്തു നോക്കേണ്ടത്. ഈ ഒരു കൺഫർമേഷൻ ലെവലില് താഴ്ത്തോട്ട് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനിയും താഴ്ത്തോട്ടുള്ള ലെവൽസിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ 23,800 കഴിഞ്ഞാലുള്ള ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും നെക്സ്റ്റ് ലെവല് ഓഫ് സപ്പോർട്ട് 2 വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സംശയമുള്ളവർക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. ഇനിയും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ ബോറടിപ്പിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെ
നമ്മുടെ ഇന്ത്യ വിക്സ് പറയുവാനാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യ വിക്സ് 17.91 നല്ലൊരു കാര്യമാണ്. 18 നിന്ന് 17 ആയിട്ടുണ്ട്, പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. 19 ആയിരുന്നു, 18 ആയി, 17.91 ആയി. നല്ലൊരു കാര്യം. പതുക്കെ പതുക്കെ ഇന്ത്യ വിക്സിന്റെ ഇത് കുറഞ്ഞു വരുമ്പോൾ ഈ വോളറ്റിലിറ്റി കുറയും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസസ് ഈ പ്രാവശ്യത്തെ വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ലിസ്റ്റിൽ ഈ പ്രാവശ്യം M&M ആണ് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നിരിക്കുന്നത്. ഏകദേശം 3.68% ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. അതിന്റെ തൊട്ട് പുറകെ അൾട്രാസിമെന്റ്കോ, ഹിൻഡാൽകോ, ബജാജ് ഫൈനാൻസ് എസ്.വി., HDFC ലൈഫ് എന്നിവരൊക്കെയാണ്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഇന്നലത്തെ ജിയോ ഫൈനാൻസ് ഒക്കെ ഇന്നലെ നല്ലോണം പെർഫോം ചെയ്തു. പക്ഷെ ഇന്ന് ഇത്തിരി മോശമായിട്ടാണ് ജിയോ ഫൈനാൻസ് പെർഫോം ചെയ്തത്. ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തത് ICICI ബാങ്ക് ആണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി സെക്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൊഡാക് ബാങ്ക് ആണ് ഏറ്റവും വലിയ ലൂസർ ആയിട്ട്, കൊഡാക് ബാങ്ക് അല്ല, ICICI ബാങ്ക് ആണ് ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത്. അതിന്റെ തൊട്ട് പുറകെ ആക്സിസ് ബാങ്ക്, IDFC ബാങ്ക്, HDFC ബാങ്ക്, SBIN, ബാങ്ക് ഓഫ് ബറോഡ, PNB, AU ബാങ്ക്, ഇൻഡസ് ബാങ്ക്, കാനറ ബാങ്ക്, കൊഡാക് ബാങ്ക്. ഓക്കെ, ഗെയിനേഴ്സ് ലിസ്റ്റിൽ യെസ് ബാങ്ക് ആണ് നല്ല ഒരു പെർഫോമൻസ് നൽകിയത്. 3.06% തന്നു. ഫെഡറൽ ബാങ്ക് 0.18, യൂണിയൻ ബാങ്ക് 0.08. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ, നിഫ്റ്റി 50 ആയിട്ട് നോക്കാൻ നേരത്ത് കാണുന്നത്. ഇവിടെ സെക്ടർ വൈസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊന്ന് സെക്ടർ വൈസ് ഇതൊന്ന് ലോഡ് ചെയ്തോട്ടെ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും കണ്ടോ, ഇവിടെ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ്. മൈക്രോ ക്യാപ്പ് ഒക്കെ ഇത്തിരി ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തപ്പോഴേക്കും നിഫ്റ്റി 50 ഒരു ചെറിയ പെർസെന്റേജ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. അപ്പോഴേക്കും ബാക്കി നിഫ്റ്റി മിഡ് ക്യാപ്പും, നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ഉം, നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഒക്കെ ബുള്ളിഷ് ആയിട്ട് 1%ന്റെ മുകളിലല്ലെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. മൊത്തത്തിൽ ഇന്നൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നെന്ന് നമുക്ക് പറയാം. പിന്നെ M&Mനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം M&M നല്ലൊരു പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട്സിൽ 3.36%, 3,210.80 ആണ് ക്രോസ് ഏർണിംഗ്സ് ഉണ്ടായേക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നോക്കണമെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതാണ് കാണുന്നത്. നമ്മളിവിടെ താഴത്തോട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ M&Mന്റെ സെയിൽസ് December 25 മുതൽ March 2026 വെച്ച് നോക്കിയാൽ 5200 54,982 ക്രോസ് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ M&Mന്റെ സെയിൽസ് റിപ്പോർട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സെയിൽസ് റിപ്പോർട്ടിൽ ഇത് കണ്ടോ, March 2025 1,59,211 ആണ് പ്രോഫിറ്റ് വന്നത്. പക്ഷെ ഈ March 2026 1,98,639 ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കാണിക്കാനുള്ള ഒരു ചെറിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് M&Mന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ FIIs നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്, FIIs നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 40.86 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് 38 ആയി, പിന്നെ 38.53 ആയി, പിന്നെ 38.04 ആയി, പിന്നെ 36.23 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ DIIs നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. January 2023 26.89% ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 31.37% ആണ്. എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം ഗവൺമെന്റിന്റെ ഹോൾഡിങ്സിൽ വന്ന ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഈ M&M ഞാൻ എടുത്തു പറഞ്ഞത്. 0.07 ഇന്ന് ഇപ്പോൾ 0.21% ആയിട്ട് ഗവൺമെന്റ് ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഈവൻ പബ്ലിക് ഹോൾഡിങ്സും കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ 10.03 10.25 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു FII ഒഴിവാക്കിയാൽ, കാര്യം FII ഇപ്പൊ തൽക്കാലം ഒഴിവാക്കണേന് നല്ലത്. കാര്യം FII ഭയങ്കരമായിട്ട് സെല്ലിംഗ് ആണ് എല്ലാ സെക്ടറിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് FIIയുടെ നോക്കണ്ട. പക്ഷെ ബാക്കി പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒക്കെ കയ്യിലുള്ള ഹോൾഡിംഗ്, DIIയുടെ കയ്യിലുള്ള ഹോൾഡിംഗ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് M&M നല്ലൊരു പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഇൻഡെക്സസ് നോക്കാം. അതായത് നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റി ആണ് അനലൈസ് ചെയ്യാൻ പോണത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന ലെവലിലാണ് ഇപ്പോൾ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 55,500 എന്ന സപ്പോർട്ട് 1 ആയിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് മാർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ആണ് വന്ന് ടച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം താഴെയുള്ള 1,639 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട്
നമുക്ക് പുതിയ ഡ്രോയിങ്സ് വരക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ആ ഗ്യാപ്പ് ഒന്ന് വരച്ചോട്ടെ. 1639 പോയിന്റ്സ് ഗ്യാപ്പ്, അത് വളരെയധികം ക്രൂഷ്യൽ ആണ്. കാര്യം അതിന്റെ വളരെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് രണ്ട് മേജർ സപ്പോർട്ട് ലെവൽസ് ഉണ്ട്. അത് നല്ലോണം ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തോട്ടുള്ള ഈ 1639 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ തുടങ്ങുള്ളൂ. ഇന്ന് ക്ലോസിംഗ് വന്നത് ഏകദേശം 54,558 ആണ് ഇന്നത്തെ ട്യൂസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 54,547.05, നെഗറ്റീവ് 331 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 0.60% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇത് ഇത്തിരി ബെയറിഷ് ആയിട്ട് നമ്മൾ കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 331 പോയിന്റ്സ് ഡൗൺ എന്ന് പറയുന്നത് കുറച്ച് നല്ലൊരു ബെയറിഷ് ആയിട്ടേ കാണുള്ളൂ. ഹെവി ബെയറിഷ് അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെന്റ് ഇതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ വീക്ക്ലി പെർഫോമൻസ് അതോടുകൂടി നെഗറ്റീവ് 2.35 ആയിട്ടുണ്ട്. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കാൻ നേരത്ത് നമുക്കിപ്പോൾ എടുത്തു കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു W പാറ്റേൺ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ W പാറ്റേൺ ഫോർമേഷൻ. അത് മാത്രമല്ല, ഈ W പാറ്റേൺ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ്. കാര്യം 2 തവണ ഏകദേശം ആ ഒരു സെയിം പൊസിഷനിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് പൊസിഷനിലല്ല, എന്നാലും നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു സ്ട്രോങ് ഡബിൾ ബോട്ടം പാറ്റേൺ എന്നും കൂടി ഇതിനെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആണെങ്കിലുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ ലെവൽ എന്ന് പറയുന്നത് 55,600 ആയിരിക്കും ഇവിടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവല്. ഇത് വെച്ച് നോക്കി നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഇവിടം കൊണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഈ 1639 പോയിന്റ്സ് അഥവാ താഴത്തോട്ട് മൂവ് ചെയ്താലും ഫില്ലാകാൻ പോണില്ല. വളരെ സ്ലോയില് അത്രയും മൂവ്മെന്റ്, ഒരു ആവറേജ് മൂവ്മെന്റ് കഴിഞ്ഞ് ഫില്ലാവുള്ളൂ. വല്ല ഗ്യാപ്പ് ഡൗണോ വല്ലോ സംഭവിച്ചാൽ മാത്രമേ ഒറ്റയടിക്ക് ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുള്ളൂ. അങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ആ ഒരു റിഫ്ലക്ഷൻ കാണിക്കും. ആ ഗിഫ്റ്റ് നിഫ്റ്റി വളരെ ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പണിംഗ് സമയത്ത് ആ ഒരു റിഫ്ലക്ഷൻ കാണിക്കുക. അത് കഴിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് നോർമൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് പറയുന്നത് 53,500 എന്ന ലെവലാണ്. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആകാൻ വേണ്ടി 55,600 എങ്കിലും ക്രോസ് ചെയ്യണം. എന്നാലേ ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഒരു റീട്രേസ്മെന്റോട് കൂടിയുള്ള അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. 1 അവർ കാൻഡിൽ കൺഫർമേഷൻ മുകളിലോട്ടാണെങ്കിലും എടുക്കുക, 1 അവർ ടൈം ഫ്രെയിമിൽ എടുക്കുക. ഒരു നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാമർ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ വലിയ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കരുത്. ഒരു മാക്സിമം 200 to 300 പോയിന്റ്സ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ താഴത്തോട്ടാണെങ്കിൽ ഒരു ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക, സെയിം ഇൻവെർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ നല്ല ബോഡിയുള്ള മർബോസും ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഗ്യാപ്പ് ഫില്ലിംഗ് സ്ലോലി തുടങ്ങും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഉണ്ട്. ഇത് വീക്ക്ലി അനാലിസിസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോ ഇൻട്രാഡേയിലോട്ട് കടക്കാം. അപ്പൊ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഫിൻ നിഫ്റ്റി കമ്പാരിറ്റീവ്ലി ബാക്കി ഇൻഡെക്സ് വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത്. ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്തെ നെഗറ്റീവ് 97 ഇത്തിരി കുറവ് ബെയറിഷ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ഇവിടെ പെർസെന്റേജ് വൈസ് നോക്കിയാലും മനസ്സിലാവും. 0.38% ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുള്ളൂ പെർസെന്റേജ് വൈസ്. പിന്നെ ഇന്നത്തെ ക്ലോസിംഗ് വന്നത് 25,726 ആണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 25,716.90 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് പറയാനുള്ള സെയിം കാര്യം തന്നെയാണ്. മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെയും ഒരു ചെറിയ W പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ
ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത് ഡബിൾ ബോട്ടം അല്ല, ഇത് കുറച്ചും കൂടി മുകളിലായതുകൊണ്ട് നമുക്ക് ഡബിൾ ബോട്ടം ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ച് ഫിൻ നിഫ്റ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല താഴെയുള്ള ഗ്യാപ്പ് മറന്നു പോകേണ്ട കാര്യം. ഇനിയിപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് പതിയെ താഴ്ത്തോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ തന്നെ സ്ലോലി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാൻ ഏകദേശം മെഷർ ചെയ്തിടാം. ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഏകദേശം വരുന്നത് 817 പോയിന്റ്സ് ആണ്. റൗണ്ട് അപ്പ് ആയിട്ട് 800 ഗ്യാപ്പ് എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഈ ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടി മാർക്കറ്റ് താഴ്ത്തോട്ട് വരും. ഏതൊരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 25,200 എന്ന ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡബ്ല്യു പാറ്റേണിന്റെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ മാർക്ക് ചെയ്തിടാം. ഞാൻ ഇതൊന്ന് കുറച്ചും കൂടി താഴ്ത്തോട്ട് വെച്ചോട്ടെ, അപ്പൊ എനിക്ക് കറക്റ്റ് മാർക്ക് ചെയ്യാം. അതായത് ഈ ഒരു ലെവലും പിന്നെ 25,200 എന്ന ലെവലും, ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇത് രണ്ടും എടുത്തു പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് മാർക്കറ്റ് ഒരു തവണ ടച്ച് ചെയ്ത് മാർക്കറ്റ് ബുള്ളിഷ് പോയ ലെവലാണ്. അതിന്റെ മുകളിലും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് ഒന്ന് പതിയെ ബുള്ളിഷ് പോയി. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവലും, ഒന്ന് 25,500 നമുക്ക് കുറച്ചും കൂടി റൗണ്ട് അപ്പ് ആയിട്ട് 25,500 എന്ന് തന്നെ എടുക്കാം, കുഴപ്പമില്ല. 474 ഉണ്ട്, അതുകൊണ്ട് തന്നെ 25,500 എന്നാണ് എടുക്കുന്നത്. അത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പതിയെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നോക്കാനുള്ള നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 25,200 ആണ്. 25,200 കാര്യം ഈ 25,500 അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 25,500 സപ്പോർട്ട് 1 വളരെ കെയർഫുൾ ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് 26,000 ആണ്. 25,978 ഉണ്ട്. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 26,000 ആണ് ഇടുന്നത്. അപ്പൊ ഈ 26,000 ബ്രേക്ക് ഔട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലില് 1 അവർ ക്യാൻഡിൽ ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരിക്കില്ല. ഏകദേശം മാക്സിമം ഒരു 100 to 200 പോയിന്റ്സ് നോക്കിയാൽ മതി. അതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത്. 100 to 150 അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന്റെ മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യരുത്. കാര്യം അവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ മുകളിലും വേറെ റെസിസ്റ്റൻസസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി വീക്ക്ലി അനാലിസിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കാർഡിൽ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്നലത്തെയും വീക്ക്ലി അനാലിസിസ് വീഡിയോ എല്ലാം കാണാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിനെ കുറിച്ചുള്ള നോളേജ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങൾക്കും ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ടെക്നിക്കൽ രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 918870135772 എന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ പഠിക്കാനുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് മെസ്സേജ് അയക്കാം, വാട്സാപ്പ് കോൾ അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള കോഴ്സ് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി 50യുടെ അനാലിസിസ് വീഡിയോ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.